കോട്ടയം മണർകാട് 4 വയസ്സുകാരൻ കഴിച്ച ചോക്ലേറ്റിൽ ലഹരി എന്ന പരാതി. സംഭവം നടന്നത് കഴിഞ്ഞ മാസം 17-ന്. സ്കൂളിൽ നിന്ന് വന്നപ്പോൾ കുട്ടിക്ക് ശാരീരിക അസ്വാസ്ഥ്യവും ഉണ്ടായെന്നും പരിശോധനയിലാണ് ലഹരി ഉള്ളിൽ ചെന്നതായി തെളിഞ്ഞതെന്നും മാതാപിതാക്കൾ പറയുന്നു. ബെൻസോഡയാസിപെൻസിന്റെ സാന്നിധ്യമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഗോകുൽ രമേശുണ്ട്. ഗോകുൽ, ഈ കുട്ടികളിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് നിത്യേന വാർത്തകൾ വരുന്ന സമയമാണ്. 4 വയസ്സുള്ള ചെറിയ കുട്ടിയാണ്. പോലീസ് പറയുന്നത് എന്താണ് ഈ ഒരു വിഷയത്തിൽ? സംഭവം നടക്കുന്നത് ഫെബ്രുവരി 17-നാണ്. അന്ന് കുട്ടി സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം വളരെ വലിയ ശാരീരിക അസ്വസ്ഥതകൾ നേരിട്ടു. തുടർന്ന് അവനിങ്ങനെ മയങ്ങുന്ന രീതിയിലുള്ള ശാരീരിക അനുഭവങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായത്. തുടർന്നാണ് ആദ്യം കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കാണിച്ചത്. അന്ന് വയറ് കഴുകുന്നത് ഉൾപ്പെടെയുള്ള ചികിത്സകൾ ചെയ്ത് വീട്ടിൽ വന്നു. എങ്കിൽ പോലും ആ ശാരീരിക അസ്വസ്ഥതകൾ വിട്ടുമാറാത്തതിനെ തുടർന്നാണ് കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലായിട്ട് കുട്ടിയെ വീണ്ടും പ്രവേശിപ്പിച്ചത്. അവിടെ നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഇത്തരത്തിൽ ലഹരി ഉള്ളിൽ ചെന്നിട്ടാണ് കുട്ടിക്ക് ഇത്തരത്തിൽ ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായത് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞത്. തുടർന്ന് ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ സ്കൂൾ അധികൃതരെ വിവരം അറിയിച്ചു. അപ്പോൾ സ്കൂൾ അധികൃതർ പറയുന്നതനുസരിച്ച് അവിടെ നിന്നും കുട്ടി ഒരു ചോക്ലേറ്റ് കഴിച്ചിരുന്നു എന്നുള്ള വിവരമാണ് സ്കൂൾ അധികൃതർ അറിയിച്ചിരുന്നത്. അതായത് കുട്ടി പറയുന്നതനുസരിച്ച് ആ ചോക്ലേറ്റ് പൊട്ടിച്ച കവറിലായിരുന്നു അവിടെ ബെഞ്ചിൽ ഉണ്ടായിരുന്നതാണ്. അതിന്റെ പകുതി ഭാഗം മാത്രമേ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അവനെടുത്ത് കഴിക്കുകയായിരുന്നു ആ ചോക്ലേറ്റ് എന്നാണ് പറയുന്നത്. തുടർന്നാണ് ആ ചോക്ലേറ്റിൽ നിന്നാവാം ഇത്തരത്തിൽ ലഹരി പദാർത്ഥം ഉള്ളിൽ ചെന്ന് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് ഇപ്പോൾ ആശുപത്രി അധികൃതരും അതോടൊപ്പം തന്നെ കുട്ടിയുടെ രക്ഷിതാക്കളും എത്തിയത്. ബെൻസോഡയാസിപെൻസ് എന്ന് പറയുന്ന ഒരു ലഹരിയുടെ പദാർത്ഥമാണ്. അതിന്റെ സാന്നിധ്യമാണ് കുട്ടിയുടെ ശരീരത്തിനുള്ളിൽ കണ്ടെത്തിയത്. ഇത് ഉറക്കത്തിനായിട്ട് ഉപയോഗിക്കുന്ന, ഉറക്ക ഗുളികയിലടക്കം ഉപയോഗിക്കുന്ന ഒരു തരം പദാർത്ഥമാണ്. മാത്രമല്ല പല ആൾക്കാരും ഇത് ലഹരിക്കായിട്ടും ഈ പദാർത്ഥത്തെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ ചോക്ലേറ്റിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് കുട്ടികളുടെ ഉള്ളിൽ ഇത്തരത്തിൽ ഈ ഒരു പദാർത്ഥത്തിന്റെ അംശം എത്തിയതെന്നുള്ള കാര്യം പോലീസ് ഇപ്പോൾ വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട്. തുടർന്ന് ഈ സംഭവം ഉണ്ടായതിനു ശേഷം സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്നും മതിയായിട്ടുള്ള സഹകരണം ഉണ്ടാകുന്നില്ല എന്ന് രക്ഷിതാവ്, കുട്ടിയുടെ മാതാവ് പരാതി പറയുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം ഇവർ പറയുന്നതനുസരിച്ചപ്പോൾ ഈ സ്കൂൾ അധികൃതർ ആ ചോക്ലേറ്റിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ കവറിന്റെ ഒരു ഫോട്ടോ. പിന്നീട് അത് ചോദിച്ചപ്പോൾ അത് നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിന്റെ ഫോറൻസിക് പരിശോധനയ്ക്ക് അടക്കമായിട്ടാണ് ആ ചിത്രം വീണ്ടും ചോദിച്ചത്. പക്ഷേ കവറോ ചിത്രമോ ഇല്ല എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കുട്ടിയുടെ മാതാവ് ഇതുമായി ബന്ധപ്പെട്ട് കോട്ടയം ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഇത് പോലീസിന് കൈമാറുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലീസ് അടുത്ത ദിവസം തന്നെ ഈ സംഭവത്തിൽ അന്വേഷിക്കും. പ്രധാനമായിട്ടും ആ ചോക്ലേറ്റിൽ നിന്ന് തന്നെയാണോ ഈ ലഹരി പദാർത്ഥം ഉള്ളിലെത്തിയത്? ഗോകുലി, കുട്ടി എന്തെങ്കിലും മാതാപിതാക്കളോട് പറഞ്ഞിട്ടുണ്ടോ? എവിടെ നിന്നാണ് കിട്ടിയതെന്നോ ആരാണ് നൽകിയതെന്നോ എന്തെങ്കിലും? കുട്ടി പറയുന്നതനുസരിച്ച് ക്ലാസ് മുറിയിലെ ഒരു ബെഞ്ചിൽ നിന്നാണ് ഇത്തരത്തിൽ പൊട്ടിച്ച നിലയിൽ ആ ചോക്ലേറ്റ് കിട്ടിയത്. അതിൽ കാൽഭാഗത്തോളം ചോക്ലേറ്റ് ആയിരുന്നു അവശേഷിച്ചിരുന്നത്. അത് ആ കുട്ടിയെടുത്ത് ഭക്ഷിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം സ്കൂളിൽ തന്നെ അവൻ മയങ്ങി ഉറങ്ങുന്ന. ഈ 4 വയസ്സുകാരൻ എന്ന് പറയുമ്പോൾ LKG UKG ആ ഒരു ക്ലാസ്സിലായിരിക്കില്ലേ? ജില്ലയിലാണ് പഠിക്കുന്നത്. മണർകാട് സ്വദേശിയാണ് ആ കുട്ടി. അവിടെയുള്ള 7th ഡേ എന്ന് പറയുന്ന സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. LKG പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ആ കുട്ടിക്കാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കുട്ടിക്ക് ഇപ്പോഴും ശാരീരിക അസ്വസ്ഥതകൾ വിട്ടുമാറിയിട്ടില്ല. ആശുപത്രി വിട്ടെങ്കിൽ കൂടിയിട്ടും ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ട് എന്നാണ് മാതാപിതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് ചെറിയ കുട്ടിയുടെ വയറ്റിൽ ഇത്തരത്തിലുള്ള ഒരു ലഹരി പദാർത്ഥം എത്തിയത് അവന് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും കുട്ടിക്ക് വിദഗ്ധ ചികിത്സയടക്കം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലും കോട്ടയം മെഡിക്കൽ കോളേജിലും ഒക്കെ ആയിട്ട് നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവൻ പൂർണ്ണമായിട്ടും അതിൽ നിന്നും മുക്തനായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ആ സ്കൂളിൽ അത്തരത്തിലൊരു ലഹരി പദാർത്ഥം ചോക്ലേറ്റിനുള്ളിൽ എങ്ങനെ എത്തി എന്നുള്ള കാര്യം അടക്കം ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ട് തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഗോകുൽ, ആശങ്കപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. കോട്ടയം മണർകാടാണ് 4 വയസ്സുകാരൻ കഴിച്ച ചോക്ലേറ്റിൽ ലഹരി എന്ന് മാതാപിതാക്കൾ പരാതി നൽകിയിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ്.